ഇന്ന് നമ്മളിവിടെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മളിവിടെ സിമ്പിളായിട്ടൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള. ഇനി ആ പാത്രം ഒന്ന് ചൂടായപ്പോഴേക്കും ഞാൻ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഞാനിപ്പോൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ അതിലോട്ട് ആ ഓയിൽ ഒന്ന് ചൂടായപ്പോഴേക്കും അതിലോട്ട് കുറച്ച് സവാള, അതുപോലെ തന്നെ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഞാൻ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തായിരുന്നു. ആ മിക്സാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിനെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക് ഈ ഓയിലിൽ. അതിനുശേഷം നമുക്കൊരു 3-4 മിനിറ്റ് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചപ്പ് മണം പോണ വരെ നമുക്ക് നല്ലോണം ഇതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചപ്പ് മണം പോയതിന് ശേഷം ഞാനതിലോട്ട് പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ നീളത്തിൽ 2ആയിട്ട് കട്ട് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ പച്ചമുളക് എല്ലാം ഇടുമ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ പാകം അനുസരിച്ച് ഇടേണ്ടതാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാൻ മറക്കരുത്, ഞാനവിടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പ്രാവശ്യം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ ഗ്രേവി മിക്സിയിൽ അടിച്ചാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം ഗ്രേവി ഇത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി വെള്ളം പോലെ ഇരിക്കുന്നത്, പക്ഷെ അത് നല്ല തിക്കായിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അടിച്ചെടുത്തത്. ഇത് വളരെ എളുപ്പത്തിലും ചെയ്യാം നമുക്ക്. അപ്പോൾ അതെല്ലാം നല്ലോണം സോട്ടായതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും കൂടെ ഒരു കുപ്പിയിൽ ഞാൻ മിക്സ് ചെയ്ത് വെക്കും, ഹാഫായിട്ട്. അപ്പം ഞാൻ അതാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ മുളക് പൊടി ഇടുമ്പോൾ എപ്പോഴും അത് നോക്കിയിട്ട് ഇടുക. ഇനി അതിൻ്റെ പച്ചപ്പ് മണം പോണ വരെ ഒന്ന് നമുക്ക് നല്ലോണം അതിനെ സോട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഞാനിപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനെ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട്. അപ്പം ഇനി ഈ മല്ലിയില ഇട്ടിട്ട് നമുക്കിതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോൻ്റെ അടുത്തായിട്ട് ഞാൻ ഒരു ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു 400 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതത്ര എടുത്തിട്ട് ഞാനത് മീഡിയം പീസായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്മോൾ ആക്കിയിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാനതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിക്കാക്കി എടുക്കുകയാണ് ഗ്രേവി. കാരണം ഞാൻ ആ ചിക്കൻ എടുത്തിടുമ്പോൾ അതൊന്ന് ഇതിൽ നല്ലോണം മിക്സായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് കുറച്ച് വെള്ളം ഇട്ടിട്ട് അതൊരിത്തിരി ഗ്രേവി ടൈപ്സിലാക്കിയത്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ എടുത്തിടാം.
ഇനി അതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം ഞാൻ ആ ഗ്രേവി എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ചിക്കനിലെല്ലാം പിടിക്കുന്ന രീതിയിൽ പുരട്ടി വെച്ചിട്ടുണ്ട് ചിക്കൻ. നമുക്കിതിലോട്ട് പതുക്കനെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനൊന്ന് ഞാൻ നല്ലോണം ഒന്ന് പതുക്കനെ ഒന്ന് ഇതാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ മൂടി വെച്ചിട്ട് മാക്സിമം ഒരു 10 to 15 മിനിറ്റ് വരെയാണ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ടാണ്. ഇനി ഞാനതിന് കുറച്ചൊന്ന് കുക്ക് ചെയ്യാൻ നേരത്ത് ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചത് ഞാൻ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് മീഡിയം ടു ഹൈയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10-15 മിനിറ്റ്സ് ആണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയിലൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് വെള്ളം വറ്റിയിട്ട് അടുക്കി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അല്ലാതെ 10 മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് 10 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഇത് വെച്ചിട്ട് ചിലപ്പോൾ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം കുക്ക് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നിങ്ങൾക്ക് പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാവുന്ന അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.